ആസിയ ഇന്നത്തെ കഴിഞ്ഞില്ലേ? ഭയങ്കര ചൂടത്തെ കഴിഞ്ഞില്ലേ, എങ്ങനെയോ തീർത്ത്. ഇനിയിപ്പോൾ ഇതും കൂടെ അടിച്ച് വണ്ടി റിസർവായിട്ടുള്ള എണ്ണയും കൂടെ അടിച്ചിട്ട് വീട്ടിൽ പോകണം. ഈ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ മാറണ ചൂടാണ്. സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് നോമ്പ്, ഈ സമയത്തുള്ള നോമ്പ് അൺസഹിക്കപ്പെടാണ്. എന്ത് ചൂടാറുണ്ട്. രാത്രി കാണും മക്കൾ ഉറങ്ങുന്നത് നമുക്ക് ഉറങ്ങാൻ. അപ്പം മക്കൾ ഉറങ്ങാൻ ഫുൾ ടൈം ഫാൻ ഓഫ് ചെയ്യാണ്ട് ഇങ്ങനെ 24 മണിക്കൂർ വർക്ക് ചെയ്യില്ല. അതേപടി കറണ്ട് വരുന്നുണ്ട്. ആ കറണ്ട് ബില്ല് ഇപ്പം എന്ത് ചെയ്യണം? കറണ്ട് സൊല്യൂഷൻ ആണോ? ഗുഡ് സൊല്യൂഷൻ ഉണ്ട്. എന്താണ്? സോളാറിനെ പറ്റുന്ന നല്ല പൈസയാവും. ചെറിയ പൈസ EMI കൊടുക്കുന്നുണ്ട്. ഫുൾ കാര്യം അവർ ചെയ്തോളൂ. നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെടിയാ. പക്ഷെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരെയും നല്ല ചെയ്യാനുള്ളത് കണ്ണൂർ അങ്ങോട്ടേക്കെങ്കിലും പോകാനുള്ള ടൈം. അതാ പറഞ്ഞത്, സ്വന്തം നാട്ടിൽ നല്ലതുണ്ടെങ്കിലും അന്യ നാടുകളിൽ തേടിപ്പോ. ആടെ നല്ലേക്ക് അറിയാൻ നല്ലത്. എന്തിനാ അങ്ങനെ പോകുന്നത്? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ. പേരാവറാ അങ്ങനെ ഉണ്ടല്ലോ. എനിക്കറിയാം പേരാറുള്ളത്. കണ്ണൂരിലും നല്ലപോലെ ചെയ്യുന്ന നല്ല ആൾക്കാരെ കേട്ടിട്ടുണ്ട്. പേരാവർ നല്ല വ്യക്തിക്ക്. നമുക്ക് എന്തായാലും ചെന്ന് നോക്കുന്നോടാ. സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നേ. നിങ്ങൾ EMI ഇല്ലേ സോളാർ? സാമ്പത്തികമായിട്ട് ലോണായിട്ട് ഉദ്ദേശിക്കുന്നത് അത് റെഡി ക്യാഷ് ആണ് ഉദ്ദേശിക്കുന്നത്. ലോൺ അല്ലാണ്ട് എത്ര എമൗണ്ട് വരുന്നുണ്ട്? റെഡി ക്യാഷ് ആണെങ്കിൽ ഒരു 3 KB ആണെങ്കിൽ 2,20,000 രൂപ വരും ഒരു പ്രീമിയം മോഡൽ ചെയ്യാനായിട്ട്. ലോൺ ഇല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര എമൗണ്ട് വരും അല്ലേ? അപ്പോൾ നമുക്ക് ലോണായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ടി വരുമോ? ഇല്ല, ലോണൊക്കെ നമുക്ക് നമ്മൾ റെഡി ചെയ്ത് കൊടുക്കും. ലോണൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ നമുക്ക് 2 ലക്ഷം രൂപ വീടില്ലാതെ കിട്ടും നമുക്ക്. അപ്പം ബാക്കി ഒരു 20,000 നമുക്ക് കണ്ടാൽ മതി. ഈ 2 ലക്ഷം രൂപ ലോൺ കിട്ടുന്നതിനകത്ത് നമുക്ക് 76 സബ്സിഡി കിട്ടുന്നുണ്ട്. ആ സബ്സിഡി നമുക്ക് 40 വർഷമാണ്. ബാക്കി ഫുള്ള് നമുക്ക് ആ 140 മാത്രം ലക്ഷം അടച്ചു. 40 ദിവസം കൊണ്ട് നമുക്ക് ഈ സബ്സിഡി ക്രെഡിറ്റ് ആവും. നിങ്ങൾ വീട്ടിൽ വന്ന് കിട്ടാക്കുന്നില്ല അതിന് സർവീസ് എങ്ങനെ വരിക? സർവീസ് ഓൺ സൈറ്റ് വാറണ്ടിയാണ് നമുക്ക്. സിസ്റ്റത്തിന് നമുക്ക് 10 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി, പാനലിന് 20 വർഷം വാറണ്ടിയാണ്. അതിൽ 12 വർഷം റീപ്ലേസ്മെൻറ്റും 13 വർഷം സർവീസും ഉണ്ട് അതിനകത്ത്. എന്ത് കമ്പനിയാണെങ്കിലും ഓൺ സൈറ്റ് വാറണ്ടിയുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളാർ ഏത് കമ്പനിയാണ് നല്ലത്? ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്ന എല്ലാ കമ്പനിയും നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പോൾ ലൂമിനസ്, വിഫാസ്റ്റ് അധികം കൂടുതൽ ചെയ്യുന്നത് ഏതായിരിക്കും? നമ്മൾ ലൂമിനസ്, വിഫാസ്റ്റ്, വിഗാർഡ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഓൺ സൈറ്റ് വാറണ്ടി ഉള്ളതാണ്. പിന്നെ വേറെ കുറേ പ്രൊഡക്റ്റുകളുണ്ട് നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടാതെ, അത് നമ്മൾ ചെയ്യുന്നില്ല. ഇൻവേർട്ടർ ഉണ്ടാവില്ല അന്നേരം? ഇൻവേർട്ടർ ഉണ്ട്. ഇപ്പോൾ ഏതാ നല്ലത്? ഇൻവേർട്ടർ നമ്മൾ എല്ലാ കമ്പനിയും 3 വർഷം വാറണ്ടി കൊടുക്കുന്നത്. നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് അധികം ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളിവിടുത്തെ പെരാറിലെ ചാനൽ പാർട്ട്ണറാണ് ലൂമിനസും വിഫാസ്റ്റും. നമ്മൾ ഇൻവേർട്ടർ സർവീസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാറ്ററി സർവീസ് ചെയ്യുന്നുണ്ട്, പിന്നെ TV സർവീസ് ചെയ്യുന്നുണ്ട്. LED പുതിയ മോഡൽ TV എല്ലാം സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇൻവേർട്ടർ ആയാലും അതുപോലെ തന്നെ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഇനി ഇതന്വേഷിച്ച് കണ്ണൂരോട്ടേക്കോ മറ്റു നാട്ടിലേക്കോ പോകേണ്ട ആവശ്യമില്ല. പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയുള്ള ഫൈൻ ഇലക്ട്രോണിക്സിൽ വരിക. നമുക്ക് വേണ്ടിയുള്ള എല്ലാ സർവീസുകളും നമ്മൾ ചേട്ടൻ ചെയ്തു തരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ എടുക്കുക. അതിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻക്വയറിക്കായിട്ടും നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്.